കർത്താവിന് സ്തോത്രം. ബഹുമാന്യ ദൈവദാസന്മാർ, സഹോദരി സഹോദരന്മാർ, സ്നേഹിതർ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ ആഴമുള്ള ഒരു സബ്ജക്റ്റാണ്. Living the Jesus kind of life in this perverse world. ഞാൻ ഇവിടെ ഇന്നലെ രാത്രി ചിന്തിച്ചിട്ട് ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചപ്പോഴേ ഇന്നലെ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നിന്നാണ് ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞത്. അതിലേക്ക് തന്നെയാണ് ഞാൻ വരാൻ താല്പര്യപ്പെടുന്നത്. എന്നിട്ട് അവിടെ നിന്ന് മുന്നോട്ട് മൂവ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നതെങ്കിലും ഈ ജീസസ് കൈൻഡ് ഓഫ് ലൈഫ് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് കേൾക്കാൻ നല്ല സുഖം. പക്ഷേ അത് എങ്ങനെയാ ജീവിക്കുന്നത്? പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു വിഷയം, സീ ജീസസ് ഈസ് ഗോഡ്. ഹൗ ക്യാൻ ഐ ലിവ് സച്ച് എ ലൈഫ്? വാട്ട് ഈസ് ദിസ് ഫെലോ ടോക്കിംഗ്? പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരുന്നത്, ഇതൊക്കെ പ്രസംഗികൾ വന്ന് ഓരോ പ്രസംഗങ്ങൾ ഇങ്ങനെ പറയുന്നു. ഒരാൾ പറയുന്നത് ജീസസിനെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ ദൈവം പ്രസാദിക്കത്തില്ല, ദൈവം പ്രസാദിക്കണമെങ്കിൽ എല്ലാവരും ജീസസിനെ പോലെ കേൾക്കാൻ. ഇറ്റ്സ് വണ്ടർഫുൾ, ഇറ്റ്സ് വണ്ടർഫുൾ. പക്ഷെ ഹൂ ക്യാൻ ലിവ് ദിസ്? അപ്പം അതൊരു വലിയ തടസ്സമാണ്. Until and unless we accept God's word by faith, നമ്മൾ ഒരിക്കലും ആ നിലയിലേക്ക് നമ്മൾക്ക് വരാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ യോഹന്നാന്റെ സുവിശേഷം 15-ലേക്ക് വന്നിട്ട് കർത്താവിന്റെ ഉള്ളത്തിൽ പ്രകാശനം ചെയ്യുന്ന വിഷയങ്ങളിലേക്ക് പോകണം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതത്തിന്റെ വെളിപ്പാടിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾക്കിങ്ങനെ മെന്റലി ഒരു തടസ്സം വരാൻ കാരണം, ജീസസ് ഈസ് ഗോഡ്, വി ഓൾ നോ ദാറ്റ്, വി ഹാവ് അക്സെപ്റ്റഡ് ഇറ്റ്. ഒരിക്കലും അത് എന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് ഓൾറെഡി നമ്മുടെ അകത്ത് സെറ്റാണ്. ഇതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് മുഖവരയിൽ ഞാൻ 2 കാര്യങ്ങളൊന്ന് പറയാൻ താല്പര്യപ്പെടുകയാണ്. ബൈബിൾ നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വളരെ ശക്തിയോട് പറയുന്നത് എങ്ങനെയാ ജീവിക്കേണ്ടെന്ന്. ഇവിടെ ഇന്നലെ വചനം വായിച്ച് സഹായിച്ച ആരൊക്കെയുണ്ട്? 1 യോഹന്നാൻ 2:6 ഒന്ന് നോക്കി. 1 യോഹന്നാൻ 2:6 എന്നെ വളരെ സ്വാധീനിച്ച ഒരു വചനമാണ്. ഇതിപ്പോ നമ്മുടെ ബൈബിളിലുള്ളതാണ്. അതിന്റെ ഒരു ലളിത ട്രാൻസ്ലേഷൻ ഞാൻ ഇന്ന് ഇതിലൊക്കെ നോക്കിയപ്പോഴേ, those who say they live in God should live their lives as Jesus did. അപ്പോൾ ഒരു വാക്യമൊന്നും അല്ല, ബൈബിൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് this is what God expects. ദൈവം പ്രതീക്ഷിക്കുന്നത് ഇതാണ്. പിന്നെ നമ്മുടെ പ്രശ്നം ഇതാണ്, പലരുടെയും യേശു ദൈവമാണ്, ഞാനങ്ങനെ ജീവിക്കുന്നത്. അപ്പം ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിന്റെ അടിസ്ഥാനത്തില് ദൈവം ആവശ്യപ്പെടുന്ന ലൈഫ് എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഒരു ഭക്തനും ജീവിച്ചിട്ടില്ലാത്ത ജീവിത നിലവാരമാണ് പുതിയ നിയമ വിശ്വാസിയിൽ ദൈവം പ്രതീക്ഷിക്കുന്നത്. അതിന്റെ മോഡലാണ് ജീസസ് ക്രൈസ്റ്റ്. പഴയ നിയമത്തിൽ no one could live this life. Moses, Abraham, they couldn't. കാരണം അവരുടെ ഉള്ളിൽ ആത്മാവ് വന്നിട്ടില്ല. അവരുടെ മേൽ ആത്മാവ് വന്നു, അവരെ കൊണ്ട് ചില എക്സ്ട്രാordinary കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തെടുത്തു. പുതിയ നിയമത്തിലാണ് the spirit moved inside. അതുകൊണ്ട് ഉള്ളിൽ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ എസെക്കിയേൽ പ്രവാചകനൊക്കെ പറയുന്നത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് നടന്നെന്നാണ്. ആ ഓർഗൻ മാറ്റി വെച്ചു എന്ന അർത്ഥത്തിലല്ല. ചിന്തകൾ മാറി, അംബിഷൻസ് മാറി, എല്ലാം മാറി. അപ്പൊ പുതിയ നിയമത്തിലെ സ്റ്റാൻഡേർഡ് ഈസ് വേ ഹയർ. പക്ഷെ നമുക്ക് അത്ഭുതം തോന്നും.
പഴയ നിയമത്തിലെ സ്റ്റാൻഡേർഡ് തന്നെ നമ്മളെ കൊണ്ട് നോക്കുന്നില്ല. ഇപ്പോഴും അനേകർ ദൂത് പറയുന്ന ചൂരച്ചെടിയുടെ അനുഭവം പോലെ എല്യാവർക്കും പോലെ. പുതിയ നിയമത്തെ ചൂരച്ചെടിയില്ല. ജീസസ് എവിടെയെങ്കിലും ചൂരച്ചെടി കിടന്നിട്ടുണ്ടോ? പക്ഷെ നമ്മൾ ഇതിനെല്ലാം കൂടെ കിടന്ന് കൈയടിക്കും. ആളുകൾക്ക് ഈ വെരി ഹംബ്ലി ഞാൻ പറയാം, ഈ കാര്യങ്ങൾ വേണ്ട നിലയിൽ ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം, ഈ ഹയർ ലെവൽ ജീസസ് ആണ് ഈ മോഡൽ എന്നുള്ളതിനെ കുറിച്ച് വി ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ്. അതുകൊണ്ട് ഇന്നും ഈ കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യഗണങ്ങളൊക്കെ നിങ്ങൾ അവരോട് ക്ലോസ് ആയിട്ട് ഇടപെട്ടാൽ ആളുകൾ വളരെ സാഡാണ്. പിന്നെ ഒത്തിരി പേര് ഭയമാണ്, പേടിയ നാളെ എന്ത് വയ്ക്കും, എന്തെങ്കിലും ഇവിടെ ചോദിച്ചിരുന്ന ക്യാൻസർ ആണോ ഇനിയും, ഇങ്ങനത്തെ ഒത്തിരി വിഷയമാണ്. പുതിയ നിയമത്തിൽ ഇങ്ങനെ വിഷയമില്ല. അപ്പൊ നമ്മൾ ഒരാൾ മരിക്കുക പുതിയ നിയമ വിശ്വാസിക്ക് പ്രയോഗിച്ചല്ലോ. കാരണം നമ്മൾ ആരോടെ നടക്കുന്ന കർത്താവിനോടല്ലേ. ഞാൻ മരിക്കുന്നുള്ള കർത്താവിന്റെ ഇമ്മീഡിയറ്റ് സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്നു. അതെനിക്ക് പിന്നെ എൻജോയ് ചെയ്യാം. പൗലോസ് എന്നാ പറഞ്ഞ വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്നതാണ്. അപ്പൊ നമ്മള് ഇതിൽ നിന്ന്, ഈ ലെവൽ ഓഫ് തോട്ടിൽ നിന്ന്, ഇതിൽ നിന്ന് നമ്മൾ മാറി. പലരും ജീവിക്കുന്നത് പഴയ ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ്. ഇപ്പൊ പുതിയ നിയമത്തിൽ ആവർത്തിച്ച് കർത്താവ് നമ്മളെ വിളിക്കുന്നത് ഒരു ഉന്നതമായ ഒരു സ്റ്റാൻഡേർഡിലേക്കാണ്. ആ സ്റ്റാൻഡേർഡ് ക്രിസ്തുവിൽ നമ്മൾ കാണുന്നു. ഒരുപാട് വാക്യങ്ങളുണ്ട്. എങ്കിലും ഞാൻ ഇന്നലെ ലേറ്റ് ആയിട്ട് വന്ന സഹോദരങ്ങളുണ്ട്. അവരുടെ വണ്ടിക്ക് ചില പ്രോബ്ലം വന്നു. റോമാലേഖനം 8:28-29 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടു സകലത്ത് നന്മയ്ക്കായി. ആ നന്മ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്നത്. മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചിരിക്കുക. എന്തിന്? ടു ബി കൺഫോം ടു ദ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അത് ഒരു ദിവസം കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ, 10 വർഷം കൊണ്ടോ, 20 വർഷം കൊണ്ടോ നടക്കുന്നതല്ല. നമ്മുടെ മരണം വരെ മാറ്റം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 10 വർഷത്തിന് മുമ്പുള്ള ആളല്ല നമ്മളിപ്പോൾ. കാരണം ഒരു മാറ്റം ഈ സ്വഭാവത്തിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഇനിയിപ്പോൾ ജീസസിനെ പോലെ ഞാനായി, മരണം വരെ ഈ മാറ്റം നടന്നുകൊണ്ടേ ഇരിക്കും. അങ്ങനെയാണ്. ഇറ്റ്സ് എ ഡെയിലി പ്രോസസ്. അപ്പം അവിടെ വേറൊരു പ്രയോഗം കൂടി ഉണ്ട്. 29-ാം വാക്യത്തിൽ 8:29 സിസ്റ്റർ ഒന്ന് വായിക്കാമോ? അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. തന്റെ പുത്രനോട് അനുരൂപമാകാൻ. ഒരു പ്രാവശ്യം കൊടുന്ന് വായിക്കണേ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന്. ഇപ്പൊ പുത്രനെ വിളിക്കുകയാണ് ആദ്യജാതൻ. നേരത്തെ പുത്രൻ ആരായിരുന്നു? ഏകജാതൻ. കുടുംബത്തിൽ ഇപ്പൊ വേറെ മക്കളെല്ലാം കൂടെ കയറി. അവിടെ ജീസസ് ഇപ്പൊ ആരായി? അപ്പൊ നമ്മളെല്ലാം ആക്ച്വലി ജീസസിന്റെ ആരാ? സ്തോത്രം. See, the family of God. വലിയ പദവിയാ. അപ്പം കുടുംബത്തിൽ ചേട്ടനെ പോലെ ഇരിക്കണം. ആ കുടുംബത്തിലേതാണ് നമ്മളെന്ന് പറയണം. അതിനാണ് ജീസസിന്റെ സ്വഭാവത്തോട് അനുരൂപമാകണം. ഡെയിലി ബൈ ദ വേർഡ് ആൻഡ് ബൈ ദ സ്പിരിറ്റ്. അങ്ങനെ മാത്രമേ ഒക്കൂ. നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമില്ല. കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഇംപോസിബിൾ ടു ലിവ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ബൈബിൾ പറയുന്ന ഒരു വലിയ കാര്യമാണ്. എന്നിട്ട് ഇന്നലെ ഞാൻ വേറൊരു വാക്യം പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 1:4-5 വാക്യം. അവനിലാണ് ജീവൻ. സോയ എന്ന വാക്ക് ക്വാളിറ്റി ഓഫ് ലൈഫാണ്. നിത്യജീവൻ എന്നുള്ളത് ലൈഫിന്റെ ദൈർഘ്യം മാത്രമല്ല അവിടെ ഇംപ്ലൈഡ് ആയിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ നിത്യജീവൻ ഓടുന്നു, ഓക്കെ, എണ്ണമില്ലാത്ത വർഷങ്ങൾ, അതല്ല ഇതിൻ്റെ അകത്ത് ഇംപ്ലൈഡ് ആയിട്ടുള്ളത്. ദ ക്വാളിറ്റി ഓഫ് ലൈഫ്, ദൈവത്തിന്റെ ജീവൻ. അല്ലെങ്കിൽ യോഹന്നാൻ 10:10 അബണ്ടന്റ് ലൈഫ്. അതാണ് ക്രിസ്തുവിൽ വെളിപ്പെട്ടത്. അതിനു മുൻപിൽ ഇരുട്ടിൽ നിൽക്കാൻ ഒത്തില്ല. അപ്പൊ നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ച് ക്രിസ്തുവിന്റെ ലൈഫ് നമ്മളിൽ വരുമ്പോൾ, ഓഫീസിൽ പ്രോബ്ലംസ്, വീട്ടിൽ പ്രോബ്ലം, നെയ്ബേഴ്സ് വരുമ്പോൾ, ആ ഇരുട്ട് വ്യാപരിക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മളുടെ ലൈഫാണ് മാനിഫെസ്റ്റ് ആകുന്നത്. ജീസസ് ലൈഫ്
ഇറ്റേണൽ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ലൈഫിലേക്കാണ് നമ്മളെ കർത്താവ് വിളിക്കുന്നത്. പക്ഷേ ഞാൻ കുറ്റം പറയാണ്, നിങ്ങൾ ധരിക്കരുത്. നമ്മുടെ ചർച്ചുകളിൽ വി നെവർ ഡിസ്കസ് ദിസ്. എത്ര ചർച്ചയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്? ഞാൻ 4-ാമത്തെ വയസ്സിൽ പെന്തക്കോസ്റ്റിൽ വന്നതാണ്. എൻ്റെ മാതാപിതാക്കൾ ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്ന് അങ്ങനെ ഒരു 4-ാമത്തെ വയസ്സ് മുതൽ എനിക്ക് പെന്തക്കോസ്റ്റൽ ചർച്ചുകളുമായിട്ടുള്ള പരിചയം എനിക്കുണ്ട്. ഇന്നും ഞാൻ പെന്തക്കോസ്റ്റിലൊരു ഉപദേശിയാണ്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ഞാൻ ഈ വളരുന്ന സമയത്ത് ഒരു 19, 20, 21, 22, 23 വയസ്സിലൊക്കെ ആരെങ്കിലും എന്നോട് ഇതൊന്ന് പറഞ്ഞു തന്നായിരുന്നു. I never heard this. ഇതാണ് ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിലേക്കാണ് ദൈവം രക്ഷിക്കപ്പെടുത്തി എന്നെ എടുത്തിരിക്കുന്നത്, കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. നമ്മളെപ്പോഴും വിടുതൽ ഇപ്പോൾ സംഭവിക്കുന്നു, ചിലത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് നാട്ടിൽ അതുകൊണ്ട് സംഭവിച്ചു, ഇങ്ങനെ കാര്യങ്ങൾ. ഇപ്പൊ ഇത് വേണമെന്നോ വേണ്ടെന്നോ തെറ്റാണെന്നോ ഇതൊന്നും അല്ല പറയുന്നത്. മെയിൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി. നമ്മൾ ദൈവത്തെ കാണുന്നത് ഇപ്പൊ വേറൊരു നിലയിലാണ്. ദൈവം എനിക്ക് വേണ്ടി എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രം, അല്ലെ? ഞാനിങ്ങനെ ഇരിക്കുന്നു, എന്റെ വിസയുടെ കാര്യം പറഞ്ഞു, ദൈവം ഓക്കെ. ജോലിയുടെ കാര്യം പറഞ്ഞു, ഞാൻ ശാസിച്ചു പ്രാർത്ഥിച്ചു, എല്ലാം ഇങ്ങനെ ദൈവം എനിക്ക് വേണ്ടി. പക്ഷെ വേദോസം പറയുന്നറിയാം, ഞാൻ ദൈവത്തിന് വേണ്ടിയാണ്. എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് it is for him, it's for his pleasure, it is for his glory. അവിടെ എന്റെ ലൈഫിൽ മുഴുവൻ എന്തുവാ, Lord, if that's your will, praise the Lord. ഇപ്പൊ ഒരു ദിവസം ആഹാരമില്ല, praise the Lord. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാനിപ്പോ ദൈവത്തിന്റെ കുടുംബത്തിലെ ആളല്ലേ. എന്നെ കർത്താവ് സ്നേഹിക്കുന്നു, പിതാവാം ദൈവം കർത്താവിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ ചില ബുദ്ധിമുട്ടിലൂടെ ഞാൻ പോകുമ്പോഴും മേ ബി ഹി വാണ്ട്സ് ടു ടേക്ക് ഗ്ലോറി ദാറ്റ് വേ. ആ ഒരു കൺസെപ്റ്റ് ചിന്തയിൽ വരാതിരിക്കാനുണ്ടായ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, പ്രാദേശിക സഭകളിൽ ഈ പ്രധാന വിഷയം നമുക്കില്ലാതെ പോയി. വി ആർ ജസ്റ്റ് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. അതുകൊണ്ട് അനേക ആളുകൾ ഡിസെപ്ഷനിലാണ്. ഞാൻ പെന്തക്കോസ്റ്റിനോടാണ് സംസാരിക്കുന്നത്. ഒത്തിരി പേർ പ്രോപ്പറായി ജീവിക്കാത്തത് കൊണ്ട് they will spend their eternity in hell. നമുക്കൊരു മടങ്ങി വരവ് വേണം. ഞാനിവിടെ ഈ 3-4 സെഷനും കൊണ്ട് ഇതെല്ലാം ഒന്നും പറഞ്ഞു തീർക്കാനൊന്നും ഒക്കത്തില്ല, അതൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇങ്ങനെ ആസ് ദ ലോർഡ് ഗിവ്സ് മീ, ഐ വിൽ ഗിവ് യു എ ടോക്ക്. നിങ്ങൾ ഇതിനെ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഇത് കയറി പിടിച്ചാൽ അവന്റെ ലക്ഷ്യം ഇതായി മാറും. എന്റെ ഉള്ളിൽ ഇത് പിടിച്ചു. ഞാൻ നിങ്ങളോട് പറയാം, ഐ ഹാവ് നോ അംബിഷൻ ഇൻ ലൈഫ്. ഈവൻ മിനിസ്ട്രി പരമായി തന്നെ അങ്ങനെ തോണ്ടി ചെയ്യണം, ഇങ്ങനെ ഒന്നും എനിക്കില്ല. ഇപ്പൊ UK എവിടെ അങ്ങനെ എനിക്കൊരു പ്രൊജക്റ്റ് ഇല്ല. എനിക്ക് ഏതാണ്ട് തുടങ്ങണം, 10 വർഷം കഴിയുമ്പോൾ ഏതാണ്ട് ഭയങ്കര, അതുകൊണ്ട് 1 മില്യൺ ഇതാവണം, അങ്ങനെ ഒന്നുമില്ല. ഒരു വിഷയവുമില്ല. I am at peace. I am a happy man, satisfied. As the Lord leads. ദൈവം തന്നെയല്ല നമ്മളെ കൊണ്ടുവരുന്നത്. ദൈവം അവിടുത്തെ നാമ മഹിമയ്ക്ക് വേണ്ടി. ഇങ്ങനെ ഒരു ജീവിതം എന്ത് ഫുൾഫിൽമെന്റ് ആണെന്ന് അറിയാം, എന്തൊരു സന്തോഷമാണ്. ഒരു ടെൻഷനും ഇല്ല. കിടന്നാൽ എവിടെ കിടന്നാലും സൂപ്പർ ഉറക്കമാണ്. ഒരു വിഷയവും ഗുളിയെ അടിച്ചിട്ട് ഉറങ്ങാത്ത വിശ്വാസികളുണ്ട്. അങ്ങനെ ഒരു ജീവിതമല്ല ദൈവം നമ്മളെ കുറിച്ച്. ഇളകി മറിയുന്ന തലമാരയുടെ ബോട്ടിൽ പോകുമ്പോ കർത്താവ് തരണം വെച്ച് കിടന്ന് ഉറങ്ങുന്നത്. ഇത് കണ്ട ശിഷ്യനാണ് പത്രോസ്. അപ്പോസ്തലപ്രവൃത്തി 12-ാം അധ്യായത്തില് അടുത്ത ദിവസം തട്ടാൻ പോവാ, കൊല്ലാൻ പോവാ. ഈ സ്ലീപ്പിംഗ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു, ഇവനെ കൊണ്ട് തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്നു, എന്തെങ്കിലും കൈയോട് കൈ കോർത്ത് വെച്ച് പ്രാർത്ഥിച്ച് എടുത്ത് പ്രാർത്ഥിക്കുന്നു, ശാസിച്ച്. ഇതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. മെയിൻ വിഷയത്തിൽ നിന്ന് മാറുന്നു. God is calling us for a deeper level of Christianity. യേശുവിനെ അനുഗമിക്കുക ഈ perverse വേൾഡിൽ.
ചില എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അയ്യോ ഇതെല്ലാം അങ്ങ് നമ്മളെ ഇറ്റ്സ് എ കിൽ ജോയ്, അയ്യോ ഇനി സന്തോഷവും പോയി എല്ലാം പോയി ഇനി മൂന്നരായിട്ട്. അങ്ങനെയല്ല. ജീസസ് ഇന്നലെ പറഞ്ഞ ഞാൻ നിന്നോട് പറഞ്ഞു, എന്റെ സന്തോഷം, I'll tell you, he was the happiest man on earth. Praise the Lord. ഞാൻ നിങ്ങളോട് പറയുന്നത് ഊഹാപോഹങ്ങളല്ല. This is God's word. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ റോമാലേഖനം 8:28-29 നമ്മളൊക്കെ ആ കുടുംബത്തിലായി. We become ജീസസിന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയി മാറി. What a joy. Praise the Lord. എന്നിട്ട് വേദപുസ്തകത്തിലെ 1 തിമോത്തിയോസ് 3:15 പറയുന്നത് മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് എന്താ. ഇതെല്ലാം ഞാൻ പറയുന്നത് ചിലർക്കുണ്ട് ഓക്കെ ജീസസിനെ പോലെ ജീവിക്കാൻ ഒക്കത്തില്ല. വേദപുസ്തകം ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. ദൈവഭക്തി ഒരു മർമ്മമാണ്. ആ മർമ്മം മനസ്സിലാകണമെങ്കിൽ ജഡത്തിൽ വെളിപ്പെട്ട യേശുക്രിസ്തുവിനെ മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ പ്രശ്നം അതാണ്. പ്രാരംഭമായിട്ട് എനിക്ക് പറയാനുള്ളത്, യേശു ദൈവമാണ്, അവിടുത്തെ പോലെ എങ്ങനെയാ ജീവിക്കാൻ ഒക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ലളിതമായി നിങ്ങളോട് പറയാൻ ആദ്യം ഞാൻ താല്പര്യപ്പെടുകയാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം. പൗലോസ് അപ്പോസ്തലൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡ അവതാരത്തെ കുറിച്ചുള്ള വെളിപ്പാട് പറയുന്നുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ നിങ്ങളുടെ കോൺഫറൻസിൽ ക്രിസ്തുവിന്റെ മനസ്സ് എന്ന് ഉള്ളത് ആയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഈ വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമായിരുന്നു. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും. ആറ്റിറ്റ്യൂഡ് ജീസസിൽ എങ്ങനെയായിരുന്നു, അവളിൽ അങ്ങനെ. എന്നിട്ട് ഇനി ആറ്റിറ്റ്യൂഡാണ് പറയാൻ പോകുന്നത്. പക്ഷെ ആ ആറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് ഒരു വലിയ വെളിപ്പാട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം. അതാണ് 6-ാം വാക്യം. അപ്പം ഹി ഈസ് ഈക്വൽ ടു ഗോഡ്, വെരി നേച്ചർ ഗോഡ്. അപ്പൊ യേശു ദൈവമാണെന്നുള്ളതിന് ഒരു സംശയവും നമുക്കില്ല. അത് നോൺ നെഗോഷ്യബിളാണ്. അത് ഇന്നത്തെ ചർച്ചയല്ല, കാരണം നമ്മളത് വിശ്വസിക്കുന്നു. 6-ാം വാക്യം അതാണ്. The divinity of Jesus Christ before his incarnation. ജഡ അവതാരത്തിന് മുമ്പ് ഫാദർ ആൻഡ് സൺ ഈക്വൽ. ജീസസ് വെരി നേച്ചർ ഗോഡ്. ഇനി 7-ാം വാക്യം. കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. The one who is God തന്നെത്താൻ ഒഴിച്ചു. അപ്പൊ ഇവിടെ ചിലർ ചിന്തിക്കുന്നത് ദൈവത്വമെല്ലാം ഒഴിച്ചു എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് റോങ്. ദൈവത്തിനൊരിക്കലും ദൈവമല്ലാതിരിക്കാൻ കഴിയത്തില്ല. യേശു ഭൂമിയിൽ മനുഷ്യനായി നടന്നപ്പോഴും അവിടുന്ന് ദൈവമാണ്. പിന്നെന്തോ ഒഴിച്ചത്? വെളിപ്പാട് പുസ്തകത്തിലൊക്കെ യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ സ്വർഗാരോഹണം ചെയ്ത കർത്താവിന്റെ ദർശനമൊക്കെ കാണുമ്പോൾ he fell as if dead എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ കാണുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയും. അത്ര തേജസ്സായിരുന്നു, മഹിമയായിരുന്നു. ജഡ അവതാരത്തിൽ ഒഴിച്ചു. ഹ്യൂമാനിറ്റി ആ ഗ്ലോറി വീൽ ചെയ്തു. അതുപോലെ ജഡ അവതാരത്തിൽ പിതാവിന് സബോർഡിനേറ്റ് ആയിരുന്നു. യോഹന്നാൻ 5:19 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ പറയുന്നത്, പിതാവ് കാണിക്കുന്നത് പിതാവ് പറയുന്നതുമേ ഞാൻ ചെയ്യത്തുള്ളൂ. അത് ജഡ അവതാരമാണ്. He was subordinate, submissive to the Father. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കർത്താവ് ഒഴിച്ചത്. അല്ലാതെ ഭൂമിയിൽ നടന്നപ്പോഴും അവിടുന്ന് ദൈവമാണ്. ഈ ദൈവത്വത്തോടെ മനുഷ്യത്വം കൂടെ എടുത്തു. യേശുവിന്റെ ഒരു യുണീക്ക് നേച്ചറാണ്. ദൈവത്വമുണ്ട്, മനുഷ്യത്വമുണ്ട്.
ഹ്യൂമാനിറ്റി 100% മനുഷ്യനായിരുന്നു, 100% അവിടുന്ന് ദൈവമായിരുന്നു. പക്ഷെ ഈ ജഡത്തിൽ ജീവിക്കുന്ന സമയത്ത് അവിടുന്ന് പ്രവർത്തിച്ചതും ജയകരമായി ജീവിച്ചത് മനുഷ്യത്വത്തിൽ ആത്മാവിന്റെ ശക്തിയോടെയാണ്. ഇവിടെയാണ് നമുക്ക് വെല്ലുവിളി. നമുക്കും അങ്ങനെ ജീവിക്കാം. കാരണം അതേ ആത്മാവിനെയാണ് നമുക്കും തരുന്നത്. ദൈവത്വത്തിൽ അവിടുന്ന് ജീവിച്ചായിരുന്നെങ്കിൽ പിന്നെ 1 യോഹന്നാൻ 2:6 യേശുവിനെ അനുഗമിക്കാന്ന് പറഞ്ഞ പിന്നെ അതിനകത്ത് അർത്ഥമില്ല. വാക്കിനർത്ഥം ഈസ് ഗോഡ്. എന്നാൽ എനിക്ക് എക്സാമ്പിൾ ആകുവാൻ ദൈവമായിരിക്കെ തന്നെത്താൻ ഒഴിച്ചെന്ന് പറഞ്ഞാൽ ഈ ദൈവികമായിട്ടുള്ള പ്രിവിലേജസ് അവിടുത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മനഃപൂർവ്വം ഉപയോഗിച്ചില്ല. വോളണ്ടറി, ആരും നിർബന്ധിച്ചൊന്നുമല്ല, ഉപയോഗിക്കാതെ ആത്മാവിന്റെ പവറിൽ സിൻഫുൾനെസ്സിനെ ജയിച്ചു. ഹി വാസ് പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്. ഇതെന്നെ ചലഞ്ച് ചെയ്യുക. സ്തോത്രം. എന്നോട് നോക്കി എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാം വാക്യം. അല്ല, മലയാളം തർജിമ ഒരൽപ്പം ബലഹീനമാണ്. ഇംഗ്ലീഷ് തർജിമ ആരുടെയിലും ഉണ്ടോ? അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന പാപം ഒഴികെ നമുക്ക് തുല്യനായി കർത്താവ് പരീക്ഷിക്കപ്പെട്ടെന്ന്. ദാറ്റ്സ് നോട്ട് റൈറ്റ് ട്രാൻസ്ലേഷൻ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആർക്കുണ്ട്? who cannot sympathize with our weaknesses, but was in all points tempted as we are, yet without sin. ഞാനും നിങ്ങൾ എന്തെല്ലാം ടെംപ്റ്റേഷൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്നുണ്ട്, ജീസസ് ഫേസ്ഡ് ഇറ്റ് ഓൾ. എന്നാലും അങ്ങനെയല്ലായിരിക്കും. ഐ ബിലീവ് ദി വേർഡ് ഓഫ് ഗോഡ്. പണവും എന്തൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒക്കുമോ, ജീസസ് ഈ ടെംപ്റ്റേഷൻ മുഴുവൻ ഫേസ് ചെയ്തു, പാപം ചെയ്തില്ല. ഇൻ ഹിസ് ഹ്യൂമാനിറ്റി, by the power of the Holy Spirit. ഇത് ഞാൻ പറഞ്ഞല്ലോ, ചിലർക്ക് ജീസസ് ജീവിച്ച പോലെ എങ്ങനെ ജീവിക്കാൻ നോക്കും. ഇത് എനിക്ക് മനസ്സിലാകുകയാണെങ്കിൽ അടുത്ത് എനിക്ക് വരുന്ന ചിന്ത, ഐ ക്യാൻ ഓൾസോ ലിവ്. എനിക്ക് വിടുതലാണ് സംഭവിക്കുന്നത്. ഇത് ഗ്രഹിക്കാതെ ഒരിക്കലും ജയകരമായ ജീവിതം ജീവിക്കാൻ ഒക്കത്തില്ല. ജീസസ് ജീവിച്ചതുപോലെ ജീവിക്കാം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് വരുന്നൊരു ചിന്ത, അത് കേൾക്കാൻ സുഖമാ, പക്ഷേ അങ്ങനെ അവർക്ക് ജീവിക്കാൻ നോക്കും. അതിന്റെ കാരണം ജീസസിന്റെ ഡിവിനിറ്റി മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഡിവിനിറ്റിയോടൊപ്പം ബൈബിളിൽ ഒരു പ്രധാനപ്പെട്ട സത്യമാണ്, ജീസസ് 100% മനുഷ്യനായിരുന്നു. അത് ഇപ്പൊ എന്റെ മെയിൻ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് ഒത്തിരി വചനങ്ങളുണ്ട് അതൊക്കെ പ്രൂവ് ചെയ്യാനായിട്ട്. ദാറ്റ്സ് നോട്ട് മൈ മെയിൻ ടോപ്പിക്. Once you consider the humanity of Jesus, okay, ഒരു വാക്യം കൂടെ, എബ്രായ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം നോക്കി. ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. He was made just like his brothers. See, the word വളരെ ക്ലിയർ ആണ്. പിന്നെ നമ്മൾ ഇങ്ങനെ വേർഡ് കണ്ടാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ആളല്ല. വേർഡ് അങ്ങനെ വന്നത് അക്സെപ്റ്റ്. ഇപ്പൊ എനിക്ക് ഭയങ്കര പ്രത്യാശയാണ്. നമ്മളെല്ലാവരും ടെംപ്റ്റേഷൻ ഫേസ് ചെയ്യുന്ന ഓരോരോ മേഖലയിൽ ആ ഫേസ് ചെയ്യുന്ന സമയം. ഓക്കെ സിസ്റ്റർ, എബ്രായ ലേഖനം 4:15 വായിച്ചത്. ദയവായിട്ട് 15 കഴിഞ്ഞിട്ട് അടുത്തോടെ ഒന്ന് വായിച്ചേ. വാട്ട്, എത്ര വിടുതലാണ് ആ വാക്യം. ദയവായിട്ട് അതിന്റെ മുന്നിലത്തെ വാക്യം കൂടെ ചേർത്തൊന്ന് വായിക്കാമോ? നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല.
മാത്രമല്ല പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യരായി. അതാ നമ്മളിപ്പോ പറഞ്ഞത്. പാപം ഒഴികെ എന്നുള്ളതല്ല കറക്റ്റ് തർജ്ജിമ. He was tempted in all points yet did not sin. ഓക്കെ, താഴോട്ട് വായിച്ചു. പരീക്ഷിക്കപ്പെട്ടവനത്രേ അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ഞാൻ ഇതുപോലെ ടെംപ്റ്റഡ് ആവുമ്പോൾ ധൈര്യത്തോടെ കൃപാസനത്തിൽ ചെന്നാൽ ഐ ഗെറ്റ് ദ ഗ്രേസ്. ഗ്രേസ് പാപം ചെയ്യാനല്ല. ഗ്രേസ് അതെപ്പോഴും മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള ഗുരുത്തക്കേടൊക്കെ കയ്യിലിരിക്കുന്നവരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത്. ഗ്രേസ് ഇസ് നോട്ട് എ ലൈസൻസ് ടു സിൻ. ജയകരമായ ജീവിതത്തിനാണ് ഗ്രേസ്. പ്രിയ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു വാക്യത്തിന്റെ ഒരു അംശം എടുത്ത് എന്തെങ്കിലും കാര്യം പറഞ്ഞു പിന്നെ മ്യൂസിക് എല്ലാം കൊണ്ടിട്ട് അടിച്ച് എല്ലാവരും കൂടെ കൈയടിച്ചപ്പോഴത്തേക്ക് നമ്മൾ ഓർക്കരുത് അതാണ് ശരിയെന്ന്. ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ശാന്തമായിട്ടിത് കേൾക്കണം. വീട്ടിൽ ചെന്ന് പരിശോധിക്കണം. സത്യത്തെ മുറുകെ പിടിക്കണം. ഒരുപാട് ആളുകൾ ഇങ്ങനെ, ഇതൊക്കെ പാശ്ചാത്യരുടെ ഇടയിൽ നിന്ന് ഇറങ്ങുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ഇതൊക്കെ ഒത്തിരി ചെറുപ്പക്കാരെടുത്തുകൊണ്ട് എത്ര ആളുകളെയാണെന്നറിയാമോ ഒരു മണ്ഡലത്തിലാക്കി പ്രത്യേക നിലയിൽ ഇതൊക്കെ ആക്കുന്നത്. These are all false teachings. Grace is not a license to sin. ഞാൻ വിഷയം വിട്ടുപോകാതിരിക്കാൻ ഞാൻ സൂക്ഷിക്കുക. എങ്കിലും ഒരു വാക്യം മൂടി വരിക. യൂദയുടെ ലേഖനം 4-ാം വാക്യം ഒന്ന് വായിച്ചിട്ട് നമുക്കിങ്ങ് മടങ്ങി വരാം. കാരണം ഇവിടെ ഇച്ചിരി ഗ്രേസ് ഒക്കെ ഇങ്ങനെ വ്യാപരിക്കുന്നുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. കേട്ടോ, ദൈവത്തിന്റെ കൃപയെ ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷ, ഈ ശിക്ഷാവിധി തന്നെ എഴുതിയിരിക്കുന്നു. കേട്ടോ, സ്തോത്രം. ഗ്രേസ് അന്നും പീപ്പിൾ യൂസ്ഡ് ഫോർ ലൈസൻഷ്യസ്നെസ്, ലൈസൻസ് ടു സിൻ. അങ്ങനെയുള്ളവർ നുഴഞ്ഞ് സഭയ്ക്കകത്ത് കയറി. എന്തുകൊണ്ട് കയറി? ഗാർഡ് ചെയ്യേണ്ടവർ ഉറങ്ങി. അതുകൊണ്ടാണ് 3-ാം വാക്യത്തിൽ യൂദ എഴുതുമ്പോ പറയുന്നത്. ഒന്ന് വായിച്ചേ. നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. പോരാടണം എന്ന് യൂദ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക്. ഇപ്പം യേശുക്രിസ്തുവിനെ പോലെ ജീവിക്കണമെന്നൊരു ടൈറ്റിൽ നമ്മൾ എടുത്തിരിക്കുന്നു. അതാണ് ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം. അപ്പൊ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പ്രാരംഭമായി എൻ്റെ ഉള്ളിൽ വന്നത്, ഇന്നലെ രാത്രി മുതൽ ഇത് ചിന്തിക്കുമ്പോൾ ഓക്കെ നല്ല മെസ്സേജാ, കൊള്ളാം, ആ പോയിന്റും ഈ പോയിന്റും എല്ലാം കൊള്ളാം, ഇത് ആർക്ക് ജീവിക്കാനൊക്കെ ഇങ്ങനെ എന്നുള്ള നമ്മുടെ കൺസെപ്റ്റ് മാറിയാൽ God will give you the grace by the power of the Holy Spirit to live. ആദ്യം ഞാനിത് വിശ്വസിക്കണമെന്നുള്ളതാണ്. വിശ്വസിക്കുന്നത് ഒരു വ്യക്തി പറഞ്ഞിട്ടല്ല, വചനത്തിൽ അങ്ങനെ ആയതുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും ഉന്നതമായ സ്റ്റാൻഡേർഡാണ്. പക്ഷേ ദൈവത്തിന് നമ്മളെ കാണിക്കാനുള്ളത്, എൻ്റെ മോനെ നോക്ക്, He lived the perfect human life. നിങ്ങൾ അവനെ അനുഗമിക്കുക. Jesus is the model for everything. അവിടെ ഏത് സാഹചര്യത്തിലും യേശു എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ചിന്തയിൽ. അതുപോലെ പ്രതികരിക്കുക. അത് ആ മനോഭാവമാണ് നമ്മളിലുള്ളത്. നമ്മൾ വായിച്ച ഫിലിപ്പി ലേഖനം 2:5 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ ആ മനോഭാവം എന്തായിരുന്നു? God, human being, servant, തന്നെത്താൻ. അപ്പൊ ഈ പൊങ്ങണം എന്ന് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്, it is satanic. അതല്ലേ ലൂസിഫറിന്റെ ഉള്ളിലുണ്ടായിരുന്നു. എനിക്ക് കയറണം, എനിക്ക് വെളി കയറണം, ഈ വോട്ട് പിടുത്തക്കാരും. ഞാനാണ് എല്ലാവരെക്കാട്ടും വലിയവൻ, എല്ലാവരും എന്നെ ആക്കണം, എല്ലാവരും വോട്ട് ചെയ്യണം. ഇറ്റ്സ് നോട്ട് ഡിവൈൻ.
പക്ഷെ ഇവരുടെ എല്ലാം പിടിയിലാണ് എല്ലാവരും. കാരണം നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല. സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ആണെങ്കിൽ യു ഹംബിൾ യുവർസെൽഫ്. രണ്ടാത്മാക്കൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. യേശുവിനെ പോലെ ജീവിക്കുമ്പോൾ ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ആണ് നമ്മുടെ അകത്ത് വരേണ്ടത്. ആത്മാവ് നമ്മളെ നിഗളിയല്ല ആക്കുന്നത്, ആത്മാവ് നമ്മളെ താഴ്ത്തുക. യേശു കാണുന്നതുപോലെ താഴ്ത്തുക. He took the place of a servant. Praise the Lord. നമ്മുടെ ഇവിടെ കൂടി വന്നിരിക്കുന്നത്, you know who is the greatest among all of us? It's the one who is the most humble. പക്ഷെ നമ്മൾ കണ്ടിരിക്കുന്നത് എങ്ങനെ? ആസ്തിയൊക്കെ ഉണ്ട്, നല്ല കാണും, വന്ന വണ്ടി കണ്ടില്ലേ? അതല്ലേ, ദൈവത്തിന് ഇതൊരു വിഷയമേ അല്ല. മനുഷ്യൻ ചതിയിലാണ്. എന്നിട്ട് നമ്മളോട് വരുന്ന ആളുകൾ പറയുന്നു, ഇങ്ങനെ അടുത്ത വണ്ടി മേടിക്കാൻ പോകുന്നു, എന്റെ മക്കളെല്ലാം കൂടെ എല്ലാം കൂടെ പറന്ന് നടക്കാൻ പോകുന്നു, അങ്ങനെയാണ് ഇങ്ങനെ. ഇപ്പൊ നമ്മൾ അതിപ്പോ മാനിച്ചിരിക്കുക, എന്നെ മാനിച്ചിരിക്കുക, ഇതൊക്കെയാണോ മാന്യത? നമ്മൾ ഭയങ്കര ഡിസപ്ഷനിലാണ്. ജീസസ് ആണ് മാനദണ്ഡം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴ്മ എന്ന വിഷയത്തിന് അല്പം കൂടെ കാര്യമുണ്ട്, അവിടേക്ക് ഞാൻ പോകാതെ അങ്ങ് സൂക്ഷിക്കുകയാണ്. കാരണം താഴ്മ എന്ന് ചിലര് ചിന്തിക്കുന്നത് ഇങ്ങനെ ഞാൻ ആരോടും മിണ്ടാതൊരു മുറിക്കകത്ത് കയറിയിരിക്കുക, അതല്ല. ജീസസ് തന്നെത്താൻ താഴ്ത്തി. അവിടെ ഒരു രഹസ്യമുണ്ട്, അത് എന്നെ കർത്താവ് സ്പർശിച്ചത്. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി പിതാവാം ദൈവത്തെ അനുസരിച്ചു. അനുസരിക്കുന്ന താഴ്മ അല്ലേ? പിന്നെ ആലയത്തിൽ കയറി ചാട്ട ഉണ്ടാക്കിയപ്പോ താഴ്മയായിരുന്നു. അങ്ങനെ പറഞ്ഞ ബ്രദറെ പോകാമോ ഇവിടുന്ന്? അങ്ങനെയാണെന്ന് പറഞ്ഞേ. അല്ലേ? He turned their tables എന്ന് എഴുതിയിരിക്കുന്നു അല്ലേ? അപ്പൊ അതെന്താ? പിതാവാം ദൈവത്തെ അനുസരിക്കായിരുന്നു. ആരെന്നാ വേണേ ചിന്തിക്കട്ടെ, പിതാവ് പറയുന്നത് അങ്ങനെ. അതാണ് ഹ്യൂമിലിറ്റി. നമ്മൾ പലയിടത്തും എന്താ ചെയ്യാത്തെന്നറിയാമോ? ആരെല്ലാവരും ഇരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്താ പറയും? ഏറ്റവും വലിയ നിഗളിയാണ് നിങ്ങൾ. നമ്മൾ അഭിനയിക്കുകയാണ് ഹമ്പിളായിട്ട്. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാം സോപ്പിട്ട് എല്ലാവരും ഇട്ട് ഭയങ്കര പിടുത്തം പറഞ്ഞു. അപ്പൊ ആളുകൾ എന്ത് നല്ല മെസ്സേജ്. കർത്താവ് പറയുന്നത് അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ what a rude fellow. You have to obey the Lord. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒബീഡിയൻസ് ഉള്ളയാളാണ് സൗമ്യനായ. ജീസസ് അങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ രണ്ട് വശമാ. ചെല്ലി ഹമ്പിൾ ഹമ്പിൾ എന്ന് പറഞ്ഞപ്പോ എല്ലാം കീറി പറഞ്ഞു. അതല്ല അതിന്റെ അർത്ഥം. അതല്ല അതിന്റെ അർത്ഥം. ഞങ്ങൾ കൊതുവിനെ പോലും നമ്മുടെ ആളുകള് ഈ സ്വരം ഇത്രയും വൈബ്രേറ്റ് ചെയ്യാൻ കഴിവുള്ളവരെ മലയാളികളില് ഐ നോട്ടീസ്. സാക്ഷ്യമൊക്കെ പറയുമ്പോഴും പ്രസംഗത്തില് എങ്ങനെ ഇതൊക്കെ ഞാനിതൊക്കെ ഇന്ന് ശ്രദ്ധിക്കും ആളുകളിൽ. പൊടി പോലെ അങ്ങനെ. പക്ഷെ യോഗം കഴിയുമ്പോൾ ഇത് നമ്പർ 1. ആരും കൈവക്കരുത് ഞങ്ങളോടുള്ള. നമ്മൾ ഈ കാര്യങ്ങൾ ഒരുമിച്ച് we are actually meditating the word. ഞാൻ കൺവെൻഷനൊക്കെ പോയി പ്രസംഗിക്കുന്ന ആളാണ്. അതുപോലെ പ്രസംഗം അല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങൾ let us think together. നമ്മളിത് മെഡിറ്റേറ്റ് ചെയ്യാണ്. Is it real? Can somebody live like that? വേദപുസ്തകം എന്താണ് പറയുന്നത്? What is the hope for me? പാപത്താൽ ബന്ധിക്കപ്പെട്ടവരെ കേൾക്കുന്നുണ്ടെങ്കിൽ once you accept that Jesus Christ conquered, overcame in his humanity by the power of the Holy Spirit, ആ ആത്മാവിനെ എനിക്ക് ദാനമായി തരുമെന്ന് പറയുമ്പോൾ ഇതിന് എന്തൊരു വിടുതലാണ് നമ്മുടെ ഹൃദയത്തിൽ. തോക്കാൻ വേണ്ടിയല്ല നമ്മളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്, ജയിക്കാൻ വേണ്ടിയാണ്. The key is Jesus in the flesh. Praise the Lord. ദയവായിട്ട് നമ്മൾ ഡോണ്ട് ബി ഇംപ്രസ്ഡ് ബൈ ഈ ആധുനിക
ഒത്തിരി ആളുകൾ വന്ന് അവരുടെ രീതികളും മട്ടുകളും ഇതൊക്കെ കണ്ട് നമ്മളൊക്കെ ദൈവദാസനൊക്കെ അങ്ങനെയാണ്. കർത്താവിൽ നിന്ന് കണ്ണെടുക്കരുത്. ജീസസ് ആണ് ദ മോഡൽ. പിന്നെ ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ കർത്താവിനെ അനുഗമിക്കുന്ന പോലെ എന്നെ അതാരാ? പോൾ. പഴയ നിയമത്തിൽ ഒറ്റയാൾ മോസസ് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെല്ലാവരും എന്നെ അനുഗമിക്കാൻ? ജീസസ് ഇസ് ദ ഓൺലി മാൻ ഹു സെഡ് ഫോളോ മീ. പോൾ പറഞ്ഞു, ഞാൻ കർത്താവിനെ അനുഗമിക്കുന്ന പോലെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ഭയങ്കര ജാടകൾ, ചിലരുടെ അടുത്ത് നമുക്ക് പോകാനാവതില്ല. പറഞ്ഞത് കോപിക്കുമോ, ദേഷ്യം കൊടുത്തു, അയ്യോ ശ്രേഷ്ഠദാസൻ അഭിഷേകമാണ്, ആളുകൾ അങ്ങോട്ട് അടുത്താൽ തെറിച്ചു പോകും. അപ്പൊ ജീസസിന്റെ അടുത്ത് അടുക്കാനും പോകും. ജീസസിനെക്കാട്ടിൽ ഇപ്പൊ അഭിഷേകമാണ്. യു ലുക്ക് അറ്റ് ജീസസ്. വൈ ആർ യു ഡിസീവ്ഡ്? നമ്മൾ എന്ത് ജീസസിൽ നിന്ന് കണ്ണെടുത്താൽ പ്രശ്നമാണ്. കാരണം ഇന്ന് ഒത്തിരി വെറൈറ്റികളാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും വലിയ മെഷറിംഗ് റോഡ് ജീസസ് ആണ്. ജീസസിന്റെ അടുത്ത് ആൾക്കിടെ കൊച്ചു കുഞ്ഞുങ്ങളെ വരെ എടുത്തല്ലേ സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവർക്ക് എന്നൊക്കെ പറയുമ്പോൾ he was among the people. ഫരിസേയര് ഒക്കെ എപ്പോഴും മർമർ ചെയ്ത് ഇവൻ കണ്ടോ പാപികളോട് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. He was with the people. അല്ലാതെ പാപികൾക്ക് അടുക്കാൻ വയ്യ, കാരണം ഭയങ്കരമാണ്, ആരോടും മിണ്ടത്തില്ല. അപ്പോഴും 2-3 ബ്ലാക്ക് കാറ്റുകൾ അപ്പുറത്തും ഇപ്പുറത്തും. ഇതൊന്നും ജീസസ് മിനിസ്ട്രി അല്ല. This is not Jesus ministry. Praise the Lord. നമ്മൾ മടങ്ങി കർത്താവിലേക്കും വചനത്തിലേക്കും മടങ്ങി വരണം. ഈ ഇങ്ങനെയൊക്കെ ആളുകൾ വന്ന് നമ്മളങ്ങ് ഇംപ്രസ്ഡ് ആയി പോകും. ഇംപ്രസ്ഡ് ആയി പിന്നെ ഇവരുടെ എന്താ ചിങ്കിടികളും ഒക്കെ ആയിട്ട് നടക്കും. ജീസസ് ഇസ് ദ റിയൽ പേഴ്സൺ. ജീസസിൽ ഇല്ലാത്തത് മുഴുവനും, see all that is outside Jesus is sin. ദൈവത്തിന് അംഗീകാരമില്ല. ദൈവം അംഗീകരിക്കുന്നത് ജീസസ് ലൈഫ്. എനിക്കതുപോലെയാകണം. ആ മനോഭാവം താഴ്മയാണ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി പിതാവിനെ അനുസരിക്കുന്ന മനോഭാവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സോ ഇത് ഇത്രയും ഞാൻ ഇച്ചിരി ദീർഘമായ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അത് പറഞ്ഞത് നമ്മുടെ മൈൻഡ് ഓപ്പൺ ആകാനാണ്. ഈ കോൺഫറൻസിന് വന്ന് ദ ഫുഡ് ഇസ് ഗുഡ്, ദ പ്ലേസ് ഓഫ് റെസ്റ്റിംഗ് ഇസ് വെരി നൈസ്, എല്ലാം നല്ല. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞു പ്രൈസ് ദി ലോർഡ് ഞങ്ങളുടെ എല്ലാം സന്തോഷമാണ്. അതല്ല, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ അകത്ത് ആത്മാവ് പ്രവർത്തിക്കണം. ഇവിടെ തന്നെ നമ്മളത് എക്സർസൈസ് ചെയ്യണം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ ചർച്ച് മാത്രമായിട്ട് റിട്രീറ്റിന് പോകും. റിട്രീറ്റ് കഴിഞ്ഞ റിട്രീറ്റിന് ചെന്നപ്പോഴേ ഞങ്ങളുടെ അവിടുത്തെ ഫുഡ് ഒരു നേരത്തെ ഇറ്റ് വാസ് എ ഗുഡ്, നല്ലൊരു പ്ലേസാണ്, നല്ലൊരു റിട്രീറ്റ് സെന്ററാണ് കാത്തലിക്സ് നടത്തുന്നത്. ഇറ്റ്സ് എ വെരി ഗുഡ് നീറ്റ് പ്ലേസ്. കോട്ടയത്തിനടുത്താണ്. എന്തോ അന്നത്തെ ഫുഡ് അത് അത്ര ഭംഗിയൊന്നായില്ല. അപ്പൊ ഞങ്ങളുടെ സഹോദരന് പ്രയാസമായി, പുള്ളിയാരൊക്കെ പറയുകയൊക്കെ ചെയ്തു. ഈ പ്രാവശ്യം അവരെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ വേണ്ട, നിങ്ങൾക്ക് അന്ന് വലിയ പ്രശ്നമൊക്കെ ആയിരുന്നല്ലോ. സ്തോത്രം. വാസ്തവത്തിൽ ആ ഫുഡ് അങ്ങനെ അഴുക്കായി അങ്ങനെ ഒരു പ്രോബ്ലം വന്നത് എന്തിനാണെന്നറിയാമോ? നമ്മളുള്ള ക്രിസ്തു സ്വഭാവം വെളിപ്പെടാനാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ പുരോഹിതൻ വുഡ് ഹാവ് ബീൻ ടച്ച്ഡ് ബൈ ദാറ്റ് ലൈഫ്. ഇപ്പം നിങ്ങളുടെ വണ്ടി എത്ര മണിക്കൂർ ലേറ്റ് ആയില്ലേ? ഞാൻ അവിടെ ഇല്ലായിരുന്നു, എന്തെല്ലാം അവിടെ കിടന്ന് പറഞ്ഞു കാണുന്നുള്ളത്. ഞങ്ങളുടെ വണ്ടിയിലത്തെ ഒന്നും പറയുന്നില്ല. ഞാൻ വാസ്തവത്തിൽ ഒരു കാര്യം ഓർത്തില്ല. ഞാൻ ഓർത്തത്, സപ്പോസ് ഒരു മാർത്തോമക്കാരൊരാളോ ഒരു ഓർത്തഡോക്സിൽ ഒരാളൂടെ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ ഇംപ്രഷൻ എന്തായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. ആളുകളെല്ലാം ടോട്ടലി വേറെ ആളാകുക. പിന്നെ ഞായറാഴ്ച ഇങ്ങനെ പിടിച്ച സർപ്രൈസ് ആൻഡ് വർഷിപ്പ് ഇങ്ങനെ അപ്പോഴത്തേക്കെല്ലാം അനോയിന്റഡുമായി. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. പെട്ടെന്ന് നമ്മൾ ആളുകൾ മാറുക. അകത്ത് നിന്നാണ് ഇത് വരേണ്ടത്. സ്തോത്രം. അകത്താണ് മാറ്റം വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ബൈ ദ വേ, ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തവരൊന്നും
പാപം ചെയ്തെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്, ഏതാണ്ട് വലിയ ക്രൂരമായ കാര്യങ്ങൾ ചെയ്തു എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മലയാളികളുടെ ഇടയിൽ പ്രശ്നമുണ്ട്, ഇങ്ങനെ വലിയൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടോ അത് ചെറിയ ആരൊക്കെയായിരുന്നു ആ വണ്ടി. പിന്നെ നമ്മൾ മെസ്സേജും ഒക്കെ പോയി ആഫ്റ്റർ ഓൾ ദിസ് ദയവ് ചെയ്ത് അതിനൊന്നും പോകരുത്. സ്റ്റിക്ക് ടു ദ സബ്ജക്ട്, ഫോളോയിങ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ ഇത്രയും ദീർഘമായിട്ട് പറഞ്ഞു. വാട്ട് ഡു യു തിങ്ക് നൗ? ശരിക്കും ആത്മനിറവ് ഉണ്ടെങ്കിൽ ജീസസ് ഓവർകെയിം ചെയ്തതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയും. ബൈബിൾ അതാ പറയുന്നത്. ഒരുവൻ കർത്താവിൽ വസിക്കുകയാണെന്ന് അവകാശപ്പെട്ടാൽ walk like Jesus Christ. ജീസസ് നമ്മളോട് പറയും, എന്നെ അനുഗമിക്കുക. പ്രൈസ് ദി ലോർഡ്. ആയതിലേക്ക് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15 വരാം. ഇന്നലെ നിങ്ങൾ പലരും ഇല്ലായിരുന്നു. ഇല്ലാത്തവർ ഞാൻ എല്ലാം പറയാൻ താല്പര്യപ്പെടുന്നില്ല. ചില കാര്യങ്ങൾ മാത്രം. 15 അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതിലെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധമാണ്. അതൊരു മെറ്റഫോറാണ്. ഇറ്റ്സ് എ മെറ്റഫോർ. യേശു വൈൻ, പിതാവ് തോട്ടക്കാരൻ, കൊമ്പുകൾ ശിഷ്യന്മാര്, ഫലം. നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതാണ് ഫലം. ഫലം. ആ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വ്യാഖ്യാനിച്ചത് ആത്മാവിന്റെ ഫലം, വേറൊരർത്ഥത്തിൽ യേശുവിന്റെ സ്വഭാവം. ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് യേശുവിന്റെ സ്വഭാവമാണ്. അപ്പൊ അതിന്റെ സീക്രട്ട് എന്താ? 4-ാം വാക്യമാണ്. നിങ്ങൾ എന്നിൽ വസിക്കണം, ഞാന്. ദാറ്റ് ഇസ് ദ സീക്രട്ട്. എങ്ങനെയാണ് ഞാൻ കർത്താവിൽ വസിക്കുന്നത്? 7, 10 ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുവിന്റെ വചനം മനസ്സിലാക്കി നിരന്തരമായി ഞാൻ അനുസരിക്കുമ്പോൾ ഞാൻ കർത്താവിൽ വസിക്കുകയാണ്. കർത്താവ് എങ്ങനെയാണ് എന്നിൽ വസിക്കുന്നത്? അനുസരിക്കുന്ന ശിഷ്യന്റെ ഉള്ളിൽ ആത്മാവിനാൽ പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ത്രിയേക ദൈവം സ്ഥിരതാമസം ആകുന്നു. ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് ഞാൻ പറയാം. 15-ാം അധ്യായത്തിൽ കർത്താവിന്റെ മോഡൽ 9-ാം വാക്യം, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു, എന്റെ സ്നേഹത്തിൽ വസിക്കുകയും. 10-ാം വാക്യം, ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ. അവിടെ കണ്ടോ, വചനം അനുസരിച്ചാണ്. അപ്പൊ ജീസസ് ആണ് എന്റെ മോഡൽ. പിതാവ് പറഞ്ഞത് മുഴുവനും ജീസസ് അനുസരിച്ചപ്പോഴാണ് പിതാവിന്റെ ആ സ്നേഹത്തിൽ സ്ഥിരമായി താമസിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ നിങ്ങൾ എന്നെ അനുഗമിക്കുന്നവർ, കർത്താവ് പറയുന്നത്, ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിച്ചാൽ യു വിൽ അബൈഡ് ഇൻ മൈ ലവ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാണ് കർത്താവ് പിതാവിന്റെ എല്ലാ വചനങ്ങളും അനുസരിച്ചത്? 14-ാം അധ്യായം 31-ാം വാക്യം, എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകം അറിയട്ടെ. എഴുന്നേൽക്കുവീൻ, നാം പോകാം. അവ എന്തുകൊണ്ടാണ് കർത്താവ് എല്ലാം അനുസരിച്ചത്? ഹി വാസ് ലവിങ് ദ ഫാദർ. നമ്മൾ എന്തുകൊണ്ടാണ് കർത്താവിനെ അനുസരിക്കുന്നത്? യോഹന്നാൻ 14:15 നോക്കി. യോഹന്നാൻ 14 അതിന്റെ 15-ാം വാക്യം, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. സ്തോത്രം. നമ്മൾ കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തുറന്ന ഡെമോൺസ്ട്രേഷനാണ് ഒബീഡിയൻസ്. ഒബീഡിയൻസ്. കൽപ്പനകൾ എന്ന് പറഞ്ഞാൽ ഏതാ കൽപ്പന? സാധനപ്പെട്ടതല്ലേ? യേശു പറഞ്ഞത് മുഴുവൻ കൽപ്പനയാണ്. അത് നിരന്തരമായി അനുസരിക്കുന്ന ആൾ, യു ആർ അബൈഡിങ് ഇൻ ദ വൈൻ. അങ്ങനെയുള്ളവരിലാണ് കർത്താവ് അവിടുത്തെ ആത്മാവിനാൽ താമസിക്കുന്നത്, സ്ഥിരമായി വന്ന് താമസിക്കും. അങ്ങനെയുള്ളവരിൽ ഓട്ടോമാറ്റിക്കായി ഫ്രൂട്ട്, ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടും. പക്ഷേ 2 തരത്തിലുള്ള ഡിസൈപ്പിൾസ് ഉണ്ട് എന്ന് 2-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രഹിച്ചിരുന്നു. ഫലം കായ്ക്കാത്ത
അതേത് കൊമ്പുകളാണ്? ഞാൻ നിങ്ങളോട് 2 കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ഇത് വളരെ സീരിയസ് ആണ്. ഇന്നലെ ഉണ്ടായിരുന്നവർക്ക് അത് മനസ്സിലായോ? അതിന്റെ സീരിയസ്നെസ് ഒന്നും എനിക്ക് അറിയില്ല. ഒന്ന്, ഭാവിക്കുന്നു ഞാൻ ഇന്ന ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ശിഷ്യനാണ്, പെന്തിക്കോസിലാണെന്നൊക്കെ ഭാവിക്കുന്നു. ഉള്ളിൽ ദൈവമായിട്ടൊരു ബന്ധവുമില്ലാത്ത ആളുകളുണ്ട്. 2, രക്ഷിക്കപ്പെട്ടൊരിക്കൽ പക്ഷേ അപ്പോസ്റ്റസി, പിന്മാറിപ്പോയ ആളുകൾ, ഫലം കായ്ക്കാതെ ക്രിസ്തു സ്വഭാവം വെളിപ്പെടാതിരുന്നാൽ ഗാർഡനർ, പിതാവാം ദൈവം വിൽ റിമൂവ് യു. എന്നിട്ട് 6-ാം വാക്യം പറയുന്നത് അവരെ കൊണ്ട് കൂട്ടി തീയിൽ കൊണ്ട് ഇടും. അപ്പൊ ഇവിടെ ഇന്നലെ പറയാത്ത ഒരു കാര്യം പറയാം. ഈ നീക്കം ചെയ്ത ഫലമില്ലാത്ത കൊമ്പുകളുടെ പ്രൈമറി ആപ്ലിക്കേഷൻ ജൂഡസ് ആണ്. കർത്താവ് ഇപ്പൊ എവിടെയോട്ട് പോവുക? ഗെത്സമനയിലോട്ട് പോവുക. 11 പേരോട് ഇത് പറയുന്നത്. അവർ ഇത് കേൾക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ടോക്കിംഗ് അബൌട്ട് ജൂഡസ്. ജീസസിലായിരുന്നു ഒരു കാലഘട്ടം. പിന്നീട് ഫാദർ റിമൂവ്ഡ് ഹിം. ഇവരിപ്പോൾ 11 പേര് ഫലം കായ്ക്കുന്നവരാണ്. അതാണ് 3-ാം വാക്യത്തിൽ 15:3 നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പൊ ജൂഡസിനെ നീക്കം ചെയ്തു എന്ന് പറയുമ്പോൾ ദയവായി ഇന്ന് പകൽ ശ്രദ്ധിക്കണം. ജൂഡസ് ആരാണ്? യേശു തെരഞ്ഞെടുത്ത ആളാണോ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 70-71 വാക്യം. അപ്പൊ ജീസസ്, അത് യൂദയെ കുറിച്ചാണെന്ന് അടുത്ത വാക്യത്തിലുണ്ട്. അപ്പൊ ജീസസ് തെരഞ്ഞെടുത്തു, പക്ഷെ ഹി ലേറ്റർ തന്റെ മനസ്സ് മാറിപ്പോയി. നമുക്കറിയാം കാര്യം, പണക്കുതിയനായി മാറി. നിങ്ങൾക്കറിയാമോ യൂദ അത്ഭുതം ചെയ്തിട്ടുണ്ടെന്ന്? He did many miracles. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 7-ാം വാക്യം ആദ്യം വായിച്ചിട്ട് വേണം 12ഉം 13ഉം വായിക്കാൻ. അവൻ അനന്തരം 12 അടുക്കെ വിളിച്ചു, അവരെ 2 അയച്ചു തുടങ്ങി. അവർക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു. അവ യൂദയ്ക്ക് അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം ഉണ്ടോ? ഇനി 12ഉം 13ഉം കൂടെ. അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണമെന്ന് പ്രസംഗിച്ചു. അപ്പൊ യൂദയുടെ ടോപ്പിക് എന്തായിരുന്നു? മാനസാന്തരപ്പെടുക. എന്നിട്ട് വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. യൂദ എവിടെ പോയി? He went to hell. ഇത് വളരെ സീരിയസ് ആണ്. നമ്മൾ നമ്മുടെ കാര്യം അങ്ങനല്ല. യേശുവിന്റെ കൂടെ നടന്ന് ഈ ദൈവരാജ്യ പ്രസംഗം മുഴുവൻ കേട്ട് കർത്താവ് കൊടുത്ത അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ അത്ഭുതങ്ങൾ ചെയ്ത മനുഷ്യൻ, കർത്താവ് യു ബിലോങ് ടു ദ ഡെവിൾ, സൺ ഓഫ് പെർഡിഷൻ എന്നാ വിളിക്കുന്നത്. നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ നല്ലായിരുന്നു. എന്താ വിഷയം? ഫലം ഇല്ല. ഒരു സമയം വരെ നിന്നു, പിന്മാറിപ്പോയി. ഈ അനുഭവമാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. പ്രൈമറി ആപ്ലിക്കേഷൻ ജൂഡസിൻ്റെതാണ്. വളരെ സീരിയസ് ആണിത്. പെന്തക്കോസ്ത് സമൂഹം മടങ്ങി വരണം വചനത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകും. ബൈബിളിലെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇനി മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വന്നിട്ട്, 7-ാം അധ്യായം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വാക്യം, 7-ാം അധ്യായം അതിന്റെ 21 മുതൽ ഉള്ള വാക്യങ്ങൾ. മാത്യു 7:21. ഓക്കെ, അടുത്തത് നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും കർത്താവ് എന്തു പറയും അവരോട്? ഞാൻ നിങ്ങളെ ഒരു നാൾ പറഞ്ഞില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട്. ഇവർക്ക് ഫ്രൂട്ടില്ല. അധർമ്മം, ലോലെസ്നെസ്, ഡിസൊബീഡിയന്റ്. ഫ്രൂട്ടില്ല, പക്ഷേ ഗിഫ്റ്റ് ഉണ്ടായി. വാട്ട് എ ഡേഞ്ചർ. ആളുകൾ ചിന്തിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന രോഗം സൗഖ്യം, ഓക്കെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കർത്താവ് കണ്ടോ ഞാൻ പ്രാർത്ഥിച്ച് പോകണ്ടല്ലോ. ഞാൻ നിങ്ങളോട് പറയാം, ഏത് വലിയ പുള്ളിയാണെങ്കിലും ഫ്രൂട്ട് ഇല്ലെങ്കിൽ യു ആർ ഇൻ ഡേഞ്ചർ. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. എത്രയോ ആളുകൾ, എത്രയോ നമ്മുടെ യൗവനക്കാർ
ഈ ഡിസപ്ഷനിലാണെന്ന് അറിയാമോ? എവിടെയെങ്കിലും ഒരു പ്രവചനമല്ലോ പറഞ്ഞ സംഗതി അങ്ങ് എറിച്ചെന്നിരിക്കട്ടെ. ഈ അടുത്തിടത് ഒരു ആള് പറഞ്ഞു, ഞാൻ വിശ്വാസത്താൽ പോയി അങ്ങ് പറഞ്ഞതാണ്. കാരണം ഒരു കോമൺ പേര് പുള്ളി അങ്ങ് വിളിച്ചു. സംഗതി ഏതായാലും കറക്റ്റ്. അതുപോലെ സ്ത്രീകൾക്ക് തൈറോയിഡ് എന്ന് പറയുന്ന വിഷയം, തൈറോയിഡിന്റെ അത് ഇന്ന പേര്, സംഗതി ക്ലിക്കായി. ഇത് പുള്ളി പരസ്യമായിട്ട് പറഞ്ഞ കാര്യം നടന്നു. പ്രൈസല്ലോ. അത് സ്വർഗത്തിൽ പോകുന്ന കാര്യമോ കർത്താവിന്റെ അംഗീകാരം ഉണ്ടെന്നോ ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ വളരെ സൂക്ഷിക്കണം ഈ കാര്യം. ജീസസ് ലൈഫ് മാനിഫെസ്റ്റ് ചെയ്യണം. അത് അനുസരണത്തിലൂടെ, ദൈവാത്മാവിന്റെ സഹായത്തിലൂടെ. ഫ്രൂട്ട്ലെസ് ബ്രാഞ്ചിനെ ഹി വിൽ റിമൂവ്. ജൂഡസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇന്നുള്ള എല്ലാ ഫ്രൂട്ട്ലെസ്സിനെയും ദ ഫാദർ വിൽ റിമൂവ്. ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളവരെ പ്രൂൺ ചെയ്യും. Praise the Lord. എന്നെ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ച ഒരു കാര്യമാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞു ആട്ടെ, നിങ്ങൾ ഇത്രയും സമയം തരുന്നല്ലേ. ചില കോൺഫറൻസ് ഒക്കെ ചെന്ന 30 മിനിറ്റ് 25 മിനിറ്റ് എന്നൊക്കെയാ പറയുന്നത്. ഫ്രൂട്ട് ഉള്ളതിനെ പ്രൂൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു ഇന്നലെ. 3-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ വചനത്താൽ. ഫ്രൂട്ട് വരാൻ എന്താ ചെയ്യേണ്ടത്? അവന് വസിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? അവന്റെ വചനം. അവയെല്ലാം വചനം വചനം വചനം. ശരി, ഈ മുന്തിരി വള്ളിയിൽ കയറിയതെങ്ങനാ? അത് രക്ഷിക്കപ്പെട്ടതെങ്ങനാ? വചനത്താലും ആത്മാവിനാലും. എല്ലാം വചനം 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 വചനം. ഒരു കാര്യം ഇപ്പൊ സഭയിൽ ഇല്ലെന്നുള്ളത് വചനമാണ്. This is the danger. ഇതൊരു ശത്രു ചെയ്തതാണ്. നിങ്ങൾ ഈ തിരുവെഴുത്ത് നോക്ക്. രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാ? കെടാത്ത ബീജമാകുന്ന ദൈവത്തിന്റെ വചനത്താൽ. അവനിൽ വസിച്ച് അവന്റെ സ്വഭാവം എങ്ങനെയാ? വചനത്താൽ. ചെത്തുന്നത് എങ്ങനെയാ? വചനത്താൽ. മായമില്ലാത്ത പാല് കുടിച്ചാണ് വളരേണ്ടത്. അത് വചനത്താൽ. ശിഷ്യത്വത്തിലേക്ക് എങ്ങനെ വരുന്നത്? വചനത്താൽ. യോഹന്നാൻ 8:47 ദൈവ മക്കളാ